രണ്ടെണ്ണം ഒരു ദിവസമല്ല വരുന്നത്. അയാം ഗെയിം ഖലീഫ രണ്ട് പടവും ഒരുമിച്ച് കാണാൻ തന്നെ നോക്കും ഫസ്റ്റ് ഡേ തന്നെ. ഫസ്റ്റ് എന്തായാലും ഒരുപാടല്ലേ ഫസ്റ്റ് കാണുന്ന പടം അവർ അത് നീ എന്തിനാണ് ചോദിക്കുന്നത്? ഒരൊറ്റ കാര്യം നേരത്തെ ചോദിച്ചാൽ കിട്ടിയില്ല, വീണ്ടും ചോദിക്കാം. ബദ്ലഹേം എങ്ങനെ ഉണ്ടായിരിക്കും? ബദ്ലഹേം നല്ല അടിപൊളി പടമായിരിക്കും. മൊത്തത്തിൽ ഓണത്തിനൊരു എന്റർടൈൻമെന്റ് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. നസ്ലിം മമിത പോലെ ഒരു ഹിറ്റ് കോംബോ നമുക്ക് നിവിൻ മമിത കോംബോ പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടിടത്തോളം നല്ലതാണ്. അപ്പോൾ ഓണത്തിന് ഇൻഡസ്ട്രി ഹിറ്റടിക്കാനുള്ള പരിപാടിയാണ് സൈലന്റ് ആയിട്ട്. സൈലന്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് തോന്നുന്നു പടത്തിനോട്. നോക്കാം. ഗിരീഷിൻ്റെ പടം, ഗിരീഷും നിവിൻ പോളിയും ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്നൊരു പടം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. നോക്കാം. നിലവിലൊരു പാട്ട് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ഇനി അടുത്ത പ്രൊമോഷൻ വരെ ട്രെയിലർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരാനുണ്ടോ? അതെ അതെ, ഇനിയിപ്പോൾ റിലീസ് എടുക്കുന്നതനുസരിച്ച് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. കൂടെ ദുൽഖറിന്റെ പടം വരുന്നുണ്ടല്ലോ. ദുൽഖർ 3 വർഷത്തിനാണ് ഒരു പ്രാവശ്യത്തിനാണ് അയാം ഗെയിം വരുന്നത്. എന്താ പറയാനുള്ളത്? ഖലീഫ രണ്ടും കൂടി ചേർന്ന് ഇതെല്ലാം നമ്മളൊക്കെ ഞാനൊക്കെ ഇവരുടെയൊക്കെ പടങ്ങൾ കണ്ട് നമ്മുടെ സ്കൂൾ കോളേജ് ടൈമിൽ കണ്ടുവന്ന ഒരാളാണ്. അവർ ഓണത്തിന് നമ്മുടെ ഇറങ്ങുന്നൊരു പടത്തിൽ ഉണ്ടെന്ന് പറയുന്നതിന് ഭയങ്കര അഭിമാനമാണ്. ഓപ്പോസിറ്റ് ദുൽഖറും രാജേട്ടനും ഒക്കെ ആണെന്ന് പറയുമ്പോൾ അതിലും സന്തോഷം. ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് അതിലും വലിയ സന്തോഷം. ഓക്കെ. പ്രേമലുവിന്റെ മുകളിൽ നിൽക്കും അതറിയില്ല കേട്ടോ. പടം വന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഒരൊറ്റ കാര്യം, നിവിൻ വരുന്നത് 21-നാണ് ബദ്ലഹേം. പക്ഷെ ഖലീഫ അയാം ഗെയിം വരുന്നത് 20-നാണ്. അപ്പൊ ബ്രോ ആദ്യം ഇത് കാണാം, ഖലീഫാണോ അയാം ഗെയിം? ആദ്യം വരുന്ന പടമല്ലേ ആദ്യം രണ്ടെണ്ണം ഒരു ദിവസമല്ല വരുന്നത്. അയാം ഗെയിം ഖലീഫ രണ്ട് പടവും ഒരുമിച്ച് കാണാൻ തന്നെ നോക്കും ഫസ്റ്റ് ഡേ തന്നെ. ഫസ്റ്റ് എന്തായാലും ഒരുപാടല്ലേ ഫസ്റ്റ് കാണുന്ന പടം അവർ അത് നീ എന്തിനാണ് ചോദിക്കുന്നത്? ഓക്കെ.